ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം, ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ ശ്യാമും ഷബീറൊക്കെ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. എങ്ങനെയാണ് നിലമ്പൂരിലെ യുവജനത എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണുന്നത്? നിലമ്പൂരിലെ ജനത എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി വളരെ ആവേശത്തോടുകൂടി അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം 12 മണിക്ക് നടത്തിയതിന് ശേഷമുള്ള അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിൽ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ നാടുമാകെ യുവജന പോരാളിയായിരുന്ന സഖാവ് എം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് ഈ ഒരു മണിക്കൂർ കൊണ്ടുണ്ടായ അനുഭവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. യുവജന നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള, വർഗീയതക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സമര പോരാളിയാണ് സഖാവ് എം സ്വരാജ്. അങ്ങനെ അഴിമതിക്കെതിരായ, വർഗീയതക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് സഖാവ് എം സ്വരാജ് തൃപ്പൂണിത്തറയിൽ ഡിവൈഎഫ്ഐയുടെ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ മത്സരിക്കുന്നതും അതിനെതിരായിട്ടുള്ള ചരിത്രപരമായ വിജയം അവിടെ കരസ്ഥമാക്കുന്നതും. ഈ ജനത, ഈ കേരളത്തിലെ ജനത ഈ സമരക്കരുത്തിനെ, വർഗീയതക്കെതിരായ ശക്തമായ പ്രതിരോധം തീർക്കുന്ന സഖാവ് എം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന ആവേശകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ നാട്ടിലെ യുവത്വം, വിദ്യാർത്ഥികൾ, അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾ, രാഷ്ട്രീയത്തിനതീതമായി ഈ നാടിൻ്റെ മതനിരപേക്ഷതയെ ആഗ്രഹിക്കുന്നവർ, ഈ നാടിൻ്റെ സമാധാനം ആഗ്രഹിക്കുന്നവർ, ഈ നാടിൻ്റെ മുന്നോട്ട് പോക്ക് ആഗ്രഹിക്കുന്നവർ, ഈ നാടിൻ്റെ വളർച്ചയെ ആഗ്രഹിക്കുന്നവർ, നവകേരള സൃഷ്ടിയോടൊപ്പം നവകേരള മുന്നേറ്റത്തിന് വേണ്ടി കൈകോർക്കുന്നവർ തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സഖാവ് എം സ്വരാജിനെ ഏറ്റെടുത്തിരിക്കുന്നു. വലിയ വിജയം ഇടതുപക്ഷത്തിന് ഈ നിലമ്പൂരിൽ ഉണ്ടാകും എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡിവൈഎഫ്ഐയുടെ സ്ക്വാഡ് വർക്കുകളും മറ്റും എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ റോഡ് ഷോ ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? റോഡ് ഷോ നാളെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയതാണ്. ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലാണെന്ന് തീരുമാനം വന്നിട്ടുള്ളത്. അദ്ദേഹം നാളെയാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അതിനനുസരിച്ച് തീർച്ചയായും യുവജനങ്ങളാകെ അദ്ദേഹത്തെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു. നാളെ നടക്കാൻ വേണ്ടി പോകുന്ന റോഡ് ഷോ അത്യുജ്വലമായ, ഈ മണ്ഡലം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള അത്യുജ്വലമായ ഒരു റോഡ് ഷോ ആയിരിക്കും നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. സുരാജ് എടക്കര സ്വദേശി കൂടിയാണ്. അതെ, എടക്കര പോത്തുകല്ല് സ്വദേശിയായിരുന്നു നേരത്തെ. ഇപ്പം നിലമ്പൂരിൽ താമസം സഖാവ് സ്വരാജിന്റെ വീട് ഉൾപ്പെടെ ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ മലയോര ജനത സഖാവ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. മതനിരപേക്ഷതയുടെ കാവലാളായ, ജനാധിപത്യത്തിന്റെ സംരക്ഷകനായ, അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 9 കൊല്ലം തുടർച്ചയായി ഈ മണ്ഡലം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധം 33 കൊല്ലത്തെ വികസന മുരടിപ്പിൽ നിന്ന് വികസനം എന്തെന്ന് 9 കൊല്ലം കൊണ്ട് അനുഭവിച്ച ഒരു ജനത സഖാവ് എം സ്വരാജിലൂടെ ഈ പ്രൗഢഗംഭീരമായ വികസനത്തിന് തുടർച്ച നൽകുമെന്ന പ്രഖ്യാപനമാണ്. ഇതിനോടകം തന്നെ പ്രവാസ ലോകത്തു നിന്നൊക്കെ ചെറുപ്പക്കാർ സഖാവ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി മണ്ഡലത്തിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ആവേശകരമായിട്ടാണ് ഈ ജനത ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത്. ഡിവൈഎഫ്ഐ എന്നുള്ള ബൂത്ത് തലം മുതൽ ചെറുപ്പത്തെ ആകെ അണിനിരത്തിക്കൊണ്ട് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട, വികസനവുമായി ബന്ധപ്പെട്ട ഈ പോരാട്ടത്തിന് അതിശക്തമായ തുടർച്ച നൽകും. ആവേശകരമായ അനുഭവമാണ്.